ഈ നിധി കണ്ടുപിടിക്കൽ മത്സരങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ട്രഷർ ഹണ്ട് കണ്ടിട്ടുമുണ്ട്. ഇതിലൊക്കെ മനുഷ്യരാണ് പങ്കെടുക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് മൃഗങ്ങൾക്കായി നടത്തിയ മത്സരത്തെ പറ്റിയാണ്. ഈസ്റ്റർ എഗുകൾ തേടിയാണ് കരടിയും കുരങ്ങനും ഒക്കെ പായുന്നത്. മത്സരം നടക്കുന്നത് ജർമ്മനിയിലെ മൃഗശാലയിലാണ്. അഞ്ജലി വിജയകുമാർ ചേർന്നു. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഇത് വല്ലാത്തൊരു ട്രഷർ ഹണ്ട് ആയിപ്പോയി. മാത്രമല്ല അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നൊരു കാര്യം കൂടി ആയിരിക്കും അല്ലേ? കാണുമ്പോൾ നല്ല രസമുണ്ട്, കൗതുകമുണ്ട്. കരടിക്കുട്ടനൊക്കെ ഇങ്ങനെ ആഹാരമൊക്കെ എടുത്തിട്ട് പോകുന്നത് ആഹാരം തന്നെയല്ലേ ഇത്? അതെ. ഗുഡ് മോർണിംഗ് മോത്തി. ഫസ്റ്റ് എനിക്ക് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ഈസ്റ്റർ എഗ്ഗുകളാണ്. ഈസ്റ്റർ എഗ്ഗ് നമുക്ക് നോക്കിക്കറിയാം, വ്യത്യസ്തങ്ങളായ നിറത്തിലും വർണ്ണത്തിലൊക്കെയുള്ള ഈ ഈസ്റ്റർ എഗ്ഗുകൾ. സാധാരണ നമ്മൾ മനുഷ്യന്മാരെ ട്രഷർ ഹണ്ട് നടത്തുമ്പോൾ നമ്മളെപ്പോഴും എന്താ കാണുന്നത്, ഒരു നിധി അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനം. ഈ മൃഗങ്ങളുടെ കേസിൽ ഈ ട്രഷർ ഹണ്ട് നടത്തിയപ്പോൾ ഇവർ വ്യത്യസ്തങ്ങളായ പഴങ്ങളും, ഈ മൃഗങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പഴങ്ങളും അതുപോലെ തന്നെ ഫുഡൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഈസ്റ്റർ മുട്ട പോലെ അത് ഉണ്ടാക്കിയിട്ടാണ് ഈ മൃഗങ്ങൾക്ക് വേണ്ടി പലയിടത്താണ്, ആ സൂവിൻ്റെ പലയിടത്തായിട്ട് പലയിടത്ത് ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഈ മൃഗങ്ങളെ എല്ലാം കൂടെ തുറന്നു വിട്ടു. അപ്പോൾ ഈ മൃഗങ്ങൾക്കാണെങ്കിൽ ആദ്യം ചിലരൊക്കെ ഒന്ന് പതുങ്ങി നിന്ന്, എന്നാൽ മറ്റു ചിലരൊക്കെ ഓടിച്ചെന്ന് ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാനും അതെടുത്ത് കഴിക്കാനൊക്കെ ശ്രമിച്ചു. മൃഗങ്ങൾക്ക് അറിയാലോ, ഒരാൾ കണ്ടുപിടിക്കുന്നതാണോ മറ്റു എല്ലാവരും ഓടിച്ചെല്ലും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഈ ഈസ്റ്റർ മുട്ടകളെല്ലാം കണ്ടെത്തുകയും ചിലരത് വളരെയധികം കൗതുകത്തോടെ തുറന്നു നോക്കി അതിനകത്ത് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വളരെയധികം ആക്രാന്തത്തോടെയൊക്കെ എടുക്കുന്നത് കാണാം. അതിൽ ഏറ്റവും രസം എനിക്ക് തോന്നിയത് ആ കരടിക്കുട്ടനാണ്. അവൻ ആ വണ്ണമൊക്കെ വെച്ചിട്ടാണെങ്കിലും പെട്ടെന്ന് ചാടി ഓടി പെട്ടെന്ന് ഈ ഈസ്റ്റർ മുട്ടകൾ കണ്ടെത്തുകയും അത് തുറന്നു നോക്കുകയൊക്കെ ചെയ്തിട്ട്. ഇത് ജർമ്മനിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല കേട്ടോ ഈ ജർമ്മനിയിൽ ഈ സൂ ഇത്തരത്തിലുള്ള സംഭവം നടത്തുന്നത്. മുമ്പ് ക്രിസ്മസിന് സമയത്ത് ഇതുപോലെ തന്നെ ഒരു ട്രഷർ ഹണ്ട് അല്ല, അത് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായ ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ തയ്യാറാക്കി ഈ സൂവിൻ്റെ പലയിടത്തൊക്കെ ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഈ മൃഗങ്ങൾക്ക് വേണ്ടി മത്സരം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചില ചിമ്പാൻസികളൊക്കെ ആയിരുന്നു ഹീറോ ആയി പറയുന്നത്. അവരെല്ലാം ഇതുപോലെ തന്നെ ഓടി ചെന്നെടുക്കുകയും തുറക്കുകയൊക്കെ ചെയ്ത് അത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജർമ്മനിയിലെ ഈ സൂവിൽ ഇത്തരത്തിലൊരു ഈസ്റ്റർ എഗ്ഗുകൾ കൊണ്ട് ഇത്തരത്തിലൊരു സമ്മാനങ്ങൾ ഒരുക്കുകയും ട്രഷർ ഹണ്ടായിട്ട് നടത്തി ഇവരെല്ലാം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും സംഭവം ഹിറ്റായി. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ മൃഗങ്ങൾ കുറച്ച് സന്തോഷിച്ചോട്ടെ. ശരിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ട്രഷർ ഹണ്ടൊക്കെ സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ മലയോര മേഖലകളിലെ ജനങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി അവിടുത്തെ മൃഗങ്ങൾക്കായിരിക്കുമെന്ന് തോന്നുന്നു അഞ്ജലി. കാരണം ഇപ്പോൾ ഭക്ഷണം കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ അവറ്റകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് വൈപ്പ്. അപ്പം അതുകൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ ഭക്ഷണം കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥ കാട്ടിലുണ്ടാക്കി കൊടുത്താൽ നാട്ടുകാരെങ്കിലും രക്ഷപ്പെടും അല്ലേ അഞ്ജലി?